നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണം, വൃക്കരോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, സ്ട്രോക്ക്, ക്യാൻസർ, മാറുന്ന ജീവിതശൈലി എന്നിവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യവുമാണ്. ആരോഗ്യകരമായ ജീവിതശൈലി എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ സൈറു ഫിലിപ്പാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ് ഡോക്ടർ സൈറു ഫിലിപ്പ്. കമ്മ്യൂണിറ്റി മെഡിസിൻ രംഗത്ത് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു വരികയാണ് ഡോക്ടർ സൈറു ഫിലിപ്പ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരുന്ന ചോദ്യമാണ്, ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? രോഗപ്രതിരോധം എങ്ങനെ? എന്തെല്ലാം കാര്യങ്ങൾ ഇതിനായി ശ്രദ്ധിക്കാം? ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഏതാണ്ട് 69 വർഷമായി. അപ്പൊ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾക്ക് ആരോഗ്യം ഉറപ്പാക്കണം. ആരോഗ്യം നമ്മുടെ അവകാശമാണ്. അതോടൊപ്പം ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം 70 വർഷം മുമ്പുള്ള രോഗങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതോടൊപ്പം ഇപ്പൊ തുലനം ചെയ്യുമ്പോൾ കൂടുതലും ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് നമ്മൾ നേരിടേണ്ടി വരുന്നത്. അപ്പോ ആരോഗ്യമെന്ന് പറയുമ്പോൾ അതിന് ശാരീരിക ആരോഗ്യമുണ്ട്, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം, മാനസിക ആരോഗ്യം വേണം, മനസ്സിന് നമുക്ക് ആരോഗ്യം വേണം. അതേപോലെ സോഷ്യൽ ഹെൽത്ത് അല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യവും ഇതിൽ പെടും. ഒപ്പം ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ആരോഗ്യത്തിന് ആത്മിക ആരോഗ്യമുണ്ട്. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് രോഗങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരിക, മാനസിക, സാമൂഹിക, ആത്മിക ആരോഗ്യം ഒന്നിച്ചുള്ള ഒരു വെൽബീയിങ് ആണത്, ഒരു തുലനാവസ്ഥയാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കണം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ഒരു വീക്ഷണം രോഗം വരുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെ രോഗത്തിനെ തടയുക, രോഗത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. എന്നാൽ രോഗം വരാതിരിക്കുകയും അത് ഒരു രോഗിയുടെ മാത്രമല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. സമൂഹം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ആരോഗ്യവാദിയായിട്ടിരിക്കുകയും ബാക്കി ആൾക്കാർ ആരോഗ്യമില്ലാത്തവരായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്റെ ആരോഗ്യം മറ്റുള്ളവരായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ആശയവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. പിന്നെ രോഗപ്രതിരോധത്തെ കുറിച്ച് ചോദിച്ചു. സാധാരണ രോഗപ്രതിരോധം എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് 2-3 തലങ്ങളുണ്ട്. നമ്മൾ രോഗം വരാതിരിക്കാനായിട്ട് കുറെ നല്ല ശീലങ്ങൾ അല്ലെ ആരോഗ്യശീലങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ശുദ്ധമായ കുടിവെള്ളം, നല്ല വായു ശ്വസിക്കുക, പോഷകാഹാരം കഴിക്കുക, ശുചിയായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം തന്നെ പ്രാഥമിക പ്രതിരോധത്തിൽ ഉൾപ്പെടുന്നതാണ്. രോഗം വരാതിരിക്കുവാനായിട്ട് നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റുപാടും ഉറപ്പാക്കേണ്ട അവസ്ഥകളാണ്. അതോടൊപ്പം രോഗം വരാതിരിക്കാനായിട്ട് വ്യക്തികൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനുകൾ, ചില നമ്മളുടെ ഇടയിൽ പ്രബലമായ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനുകൾ, അത് ഒന്നുകിൽ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അത് എടുക്കേണ്ട സമയത്ത് കൃത്യമായി എടുക്കുക. അത് രോഗം വരാതിരിക്കുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാഥമിക പ്രതിരോധമാണ്. ഇനി ചില അസുഖങ്ങൾ വരാതിരിക്കാൻ, ഉദാഹരണത്തിന് എലിപ്പനി വരാതിരിക്കുവാനായിട്ട് മലിന വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചില മരുന്ന് കഴിക്കും. അതും പ്രാഥമിക പ്രതിരോധത്തിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ തലത്തിലുള്ള പ്രതിരോധം, അസുഖങ്ങൾ നമുക്കുണ്ടാവാം, പക്ഷെ അത് നേരത്തെ കണ്ടുപിടിക്കുന്നതിലും നേരത്തെ അതിനെ ചികിത്സിക്കുന്നതും അതും പ്രതിരോധമാണ്. അത് ദ്വിതീയ അല്ലെങ്കിൽ സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. അപ്പൊ നമുക്ക് രോഗമുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കുന്നതും ചികിത്സിക്കുന്നതും പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ തലം തൃതീയ പ്രതിരോധം, രോഗം നമുക്കുണ്ടായി, ചികിത്സ ചെയ്തു, ആ ഒരു രോഗാവസ്ഥ വേറൊരു തലത്തിലേക്ക് പോകാതിരിക്കാൻ, അതായത് അതൊരു ഡിസബിലിറ്റി അല്ലെങ്കിൽ അതേപോലെ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനവും, അതായത് പുനരധിവാസവും നമ്മുടെ ആ ഡിസബിലിറ്റി അല്ലെങ്കിൽ ആ വൈകല്യം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനവും എല്ലാം തൃതീയ പ്രതിരോധമാണ്. അപ്പൊ നമ്മൾ സാധാരണ വിവക്ഷിക്കുന്നത് പോലെ പ്രതിരോധം എന്ന് പറയുന്നത് കുറച്ച് പ്രവർത്തികൾ മാത്രമല്ല, അത്
ഒരു രോഗം വരുന്നതിന് മുമ്പും രോഗം തുടങ്ങിക്കഴിഞ്ഞ ആദ്യഘട്ടത്തിലും അവസാന ഘട്ടം വരെ നമ്മൾ ചെയ്യേണ്ട ചില പ്രതിരോധ നടപടികളും അതിൽ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കുക, വ്യക്തിയുടെ ആരോഗ്യമുണ്ട്, സമൂഹം അല്ലെങ്കിൽ പോപ്പുലേഷൻ ഹെൽത്തുമുണ്ട്. ഇത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്ന് എനിക്ക് ശരിക്കു പറഞ്ഞ ആരോഗ്യകരമായ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചാൽ, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയാൽ അതിനുള്ള ഒരു എൻവയൺമെന്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോ എന്റെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പോപ്പുലേഷൻ ഹെൽത്ത്, നമ്മളെല്ലാം അടങ്ങുന്ന സമൂഹത്തിന്റെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്. പഠനങ്ങൾ കാണിക്കുന്നത്, ഉദാഹരണത്തിന് നമ്മളുടെ എല്ലാവരുടെയും, ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെയും ബ്ലഡ് പ്രഷർ എടുത്തിട്ട് അതിന്റെ ആവറേജ് നോക്കുക. അപ്പൊ ആ ആവറേജിൽ ഒരു 2-3 മില്ലിമീറ്റർ ബ്ലഡ് പ്രഷർ കുറഞ്ഞിരുന്നാൽ തന്നെ സമൂഹത്തിൽ ആയിരക്കണക്കിന് സ്ട്രോക്കുകൾ പ്രതിരോധിക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രീയ പഠനം. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള ജീവിത ശൈലി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അത് ഒരാൾ അനുഷ്ഠിച്ചത് കൊണ്ട് കാര്യമില്ല. അത് സമൂഹത്തിൽ ഒന്നടങ്കം എല്ലാ പേരും ഒരേപോലെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. നമുക്കൊരു 70 കൊല്ലം മുമ്പൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തില് അന്ന് നമ്മുടെ ആയുർദൈർഘ്യം കുറവായിരുന്നു, ഇന്ന് ആയുർദൈർഘ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അന്ന് ജീവിതശൈലി രോഗങ്ങൾ വളരെ കുറവായിരുന്നു, ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാണ്. ഒരു 50-60 വർഷത്തെ അനാരോഗ്യകരമായ ജീവിതശൈലി എന്ന് പറയുമ്പം അതില് ആഹാരം ഉൾപ്പെടും, നമ്മുടെ കായികാധ്വാനം ഉൾപ്പെടും, നമ്മളുടെ മാനസിക സമ്മർദ്ദം നമ്മൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഉൾപ്പെടും, അതോടൊപ്പം ഉറക്കത്തിന്റെ ശീലങ്ങൾ അതുൾപ്പെടും, അതേപോലെ പുകവലി, മദ്യപാനം, അതേപോലുള്ള ശീലങ്ങൾ ഉൾപ്പെടും. ഇതെല്ലാം ഒരു 10-60 വർഷത്തെ അനാരോഗ്യകരമായ ജീവിതശൈലിയാണ് ഇന്ന് നമ്മളെ ഈ പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ വർദ്ധിച്ച ആയുസ്, അതേ ഫാമിലി ഹിസ്റ്ററി, ഇതെല്ലാം ഉണ്ടാകും. എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് എനിക്ക് പറയാനുള്ള പോയിന്റ്, കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയത്. ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ പോരാ, ഒരു സമൂഹം ഒന്നടങ്കം ആ ഒരു ജീവിതശൈലി മാറുന്നതിലേക്ക് ഒരു ശ്രദ്ധ ആകർഷിച്ചാൽ മാത്രമേ, ഒരു ശ്രദ്ധ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ പിടിച്ചു കെട്ടുവാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറെ വർഷങ്ങൾക്ക് മുമ്പ് 60-70 വയസ്സിന് മുകളിലാണ് ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയത് എങ്കിൽ ഇന്ന് നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്രായത്തില് 30 വയസ്സില് 20 വയസ്സില് ഈ രോഗങ്ങള് തുടങ്ങുകയാണ്. അപ്പൊ ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ പോപ്പുലേഷൻ ഹെൽത്ത് അല്ലെങ്കിൽ സമൂഹം ഒന്നടങ്കം ഈ ആരോഗ്യകരമായ ജീവിത ശൈലികൾ അതൊരു ഫാഷനാക്കി മാറ്റണം. ഇന്ന് നമ്മുടെ ഒരു 60 കൊല്ലം മുമ്പ് നമുക്കറിയാം, നമ്മുടെ അമ്മമാരോടും അച്ഛന്മാരോടും ചോദിച്ചാൽ അറിയാം, വളരെയധികം ദൂരം നടക്കുമായിരുന്നു. ഇന്ന് നമ്മളുടെ ഒരു സാധാരണ ജീവിതത്തിൽ അത്രയും നടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അത് നമ്മളെ കൈവിട്ടുപോയി. അപ്പൊ അത്തരം കൈവിട്ടുപോയ ആരോഗ്യകരമായ ജീവിത ശൈലികൾ അത് കുറച്ചു വ്യക്തികളോ അല്ല ചെയ്യേണ്ടത്, അത് സമൂഹം ഒന്നടങ്കം അതൊരു ഫാഷനാക്കി മാറ്റുകയാണ് വേണ്ടത്. അതാണ് പക്ഷെ ഇനിയുള്ള ഒരു സമയത്ത് നമുക്ക് ആൾക്കാരോട് നമ്മുടെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ പറയേണ്ട ഒരു വലിയ കാര്യം. ജീവിതശൈലി രോഗങ്ങൾ പെരുകിയിരിക്കുന്ന ഈ കാലത്ത് 1-2 ആൾക്കാരല്ല, അസുഖം വരാൻ സാധ്യതയുള്ള ആൾക്കാരല്ല, ചെറുപ്പക്കാര് മുതൽ പ്രായമുള്ളവർ വരെ അവരവരുടെ പ്രായത്തിന് അനുയോജ്യമായ ആരോഗ്യശീലങ്ങൾ ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഡോക്ടർ, ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ ശരിയായ ആരോഗ്യം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ആരോഗ്യം കൈവരിക്കണമെന്നാണ് മനസ്സിലായത്. അപ്പൊ ഈ ശരിയായ ആരോഗ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ കൺസെപ്റ്റ്? ആ കൺസെപ്റ്റാണ് ഞാൻ മുമ്പ് പറയാൻ ശ്രമിച്ചത്. ശരിയായ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ശാരീരികമായ ആരോഗ്യം തോന്നിക്കണം, ഒരു ഫിസിക്കൽ വെൽബീങ്. ഇനി ശാരീരികമായ ആരോഗ്യം ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ നമുക്ക് മാനസിക ആരോഗ്യമില്ല. അതായത് എനിക്ക് ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ മൂഡ് വളരെ ലോ ആണ്. അത് മാനസിക ആരോഗ്യം അതിനകത്ത് ഉൾപ്പെടും.
അതേപോലെ സാമൂഹിക ആരോഗ്യം ഉൾപ്പെടും, ആത്മീക ആരോഗ്യം ഉൾപ്പെടും. അപ്പോൾ ചോദിച്ചേക്കാം, ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇത് സൗന്ദര്യം പോലെയാണ്. സൗന്ദര്യത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ശാരീരിക ആരോഗ്യം, അത് നമുക്കൊരു ഫീലിംഗ് ഓഫ് വെൽബീയിങ് ഉണ്ടാകും. നമുക്ക് രോഗാവസ്ഥകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ നോക്കിയാൽ നമ്മുടെ പാരാമീറ്റേഴ്സ്, നമ്മുടെ ബ്ലഡിൽ ചില പാരാമീറ്റേഴ്സ് നോക്കിയാൽ അത് നോർമൽ ലെവലിലായിരിക്കാം. നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ടെസ്റ്റുകളിൽ നിന്നോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതിലുപരിയായിട്ട് നമുക്കൊരു ഫീലിംഗ് ഓഫ് വെൽബീയിങ് ഉണ്ടാവും. മാനസിക ആരോഗ്യം അതെ, നമുക്ക് മാനസിക ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് നല്ല രീതിയിലായിരിക്കും, അവർക്കും സന്തോഷമുള്ള രീതിയിലായിരിക്കും നമ്മൾ പെരുമാറുന്നത്. അതേസമയം സമൂഹത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പ്രതികരിക്കാനുള്ള ആ ഒരു യുക്തി നമുക്കുണ്ടാകും. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയതാണ് മാനസിക ആരോഗ്യം. സാമൂഹിക ആരോഗ്യം, സമൂഹത്തിനും ഒരു പോസിറ്റീവ് ഹെൽത്ത് ആവശ്യമുണ്ട്. സമൂഹത്തിൽ നമുക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഉണ്ടാവണം. ഇതെല്ലാം കൂടെ കൂടിയതായിരിക്കും ആരോഗ്യത്തിന്റെ കൺസെപ്റ്റ്. അല്ലാതെ രോഗചികിത്സ മാത്രമല്ല. രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സിക്കുകയും രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് കൂടുതൽ കൂടുതൽ ആശുപത്രികൾ പണിയുകയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടെന്നല്ല. പക്ഷെ അതിനോടൊപ്പം ആ പോപ്പുലേഷൻ ഹെൽത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. ആ ഒരു കൺസെപ്റ്റാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഡോക്ടർ, ഈ ജീവിതശൈലിയും ആരോഗ്യവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മാത്രമല്ല, ഈ ആരോഗ്യകരമായതും അനാരോഗ്യകരമായ ജീവിതശൈലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡോക്ടർ? ഓക്കെ, ഒരു പക്ഷേ 60 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഇടയിൽ പകർച്ചവ്യാധികളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പം അതിന്റെ പിന്നിൽ ഒരു അണു കാണും, അല്ലെങ്കിൽ ഒരു രോഗാണു കാണും. അപ്പൊ ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങൾക്കോ ശേഷം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. അത് പനിയാകാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു അസുഖ ലക്ഷണമാകാം. അത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് നാള് അതിന് ചികിത്സ എടുക്കാതിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ രോഗം മാറിപ്പോകുന്നു. നമ്മൾ പഴയ അവസ്ഥയിലേക്ക് ഒന്നുകിൽ പോകുമോ, അല്ലെ രോഗം കൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുന്നു. ഇതെല്ലാം വളരെ ഷോർട്ട് ഡ്യൂറേഷൻ, വളരെ ചെറിയ കാലയളവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ജീവിതശൈലി രോഗങ്ങൾ അതിനെ ഒരൊറ്റ രോഗാണു കൊണ്ടാണെന്ന്, അല്ലെ ഒരൊറ്റ കാര്യം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനേകം ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഈ ഘടകങ്ങളിൽ ചിലത് നമുക്ക് മാറ്റാൻ പറ്റുന്നവയായിരിക്കാം, അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്തവയായിരിക്കാം. മാറ്റാൻ പറ്റാത്തവയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രായം വർദ്ധിക്കും തോറും ജീവിതശൈലി രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രായം വർദ്ധിക്കും തോറും നമ്മുടെ രക്തധമനികളിൽ കൊഴുപ്പ് അതേപോലുള്ള കാര്യങ്ങൾ അതിങ്ങനെ ഉണ്ടാവുകയും കൊഴുപ്പടിയുകയും അതിന്റെ ആ രക്തം സുഗമമായി ഒഴുകി പോകുവാനുള്ള ആ ഒരു പ്രക്രിയ തടസ്സപ്പെടുകയും ചെയ്യും. അപ്പൊ അത് പ്രായം ചെല്ലും തോറും അത് ഉണ്ടാകാം. അപ്പോൾ പ്രായം, പിന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ചില അസുഖങ്ങൾ വരാനുള്ള സാധ്യത ജനറ്റിക് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഘടകമാകാം. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതിലുപരിയായിട്ടുള്ള ചില ജീവിതശൈലി, ഉദാഹരണത്തിന് നമ്മുടെ ഭക്ഷണക്രമം. എനിക്കറിയാം, ഒരു 60 അല്ലെങ്കിൽ എന്തിനു പറയുന്ന ഒരു 40 കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിലെ കുട്ടികൾ ഒരുപക്ഷെ കഴിക്കുന്ന ഭക്ഷണവും ഇന്ന് നമ്മളുടെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണവും നോക്കിയാൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. 40-50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അവധി ദിവസം കിട്ടിയാൽ എന്താണ് കുട്ടികൾ ചെയ്യുക? അവര് പറമ്പിലും മറ്റു സ്ഥലങ്ങളിലും പോകുകയും കളിക്കുകയും അതോടൊപ്പം പലതരം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നുണ്ട്. ഇന്ന് അതല്ല, ആ സാഹചര്യം മാറി. ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു സാധാരണ വ്യക്തി, അതായത് കൊച്ചുപിള്ളേർ, യുവാക്കളും കുട്ടികളും മുതൽ നമ്മൾ ഏതാണ്ട് 1 കിലോ പച്ചക്കറിയും പഴവും കഴിക്കണമെന്നാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ എല്ലാവരും പറയാം, അത് സാധിക്കുമോ? 1 കിലോ പച്ചക്കറിയും പഴവും സാധിക്കും. നമ്മൾ ഒരു സമയത്ത് അത് കഴിച്ചിരുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പഴങ്ങൾ, നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പച്ചക്കറികൾ എല്ലാം ഒന്ന് അളന്ന് തൂക്കി നമ്മൾ ഒരു ഗ്ലാസ്സിനകത്ത് അല്ലെങ്കിൽ തൂക്കിയിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ 1 കിലോയിലധികം കഴിച്ചിരുന്നു. പക്ഷെ ഇന്നത് വല്ലാണ്ട് കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ, പഴങ്ങളും പച്ചക്കറികളും
400 മുതൽ 500 ഗ്രാം വരെ ഒരു ദിവസം ഒരു വ്യക്തി കഴിക്കുക. ഈ പറയുന്നത് രോഗാവസ്ഥയിലുള്ളവരെ കുറിച്ചല്ല, ആരോഗ്യവാനായ ഒരു വ്യക്തിയെ കുറിച്ചാണ്, അല്ലെ ചെറുപ്പക്കാരെ കുറിച്ചാണ്. അത്രയും നമ്മൾ കഴിക്കുന്നില്ല, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. സോ അത് ഒരു ജീവിതശൈലി. രണ്ടാമത് നമ്മുടെ കായികാധ്വാനം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരു സ്കൂളിൽ പോകണം അല്ലെങ്കിൽ ഒരു സ്ഥലം വരെ പോകണം, നമ്മൾ നടക്കുമായിരുന്നു. ഇന്ന് അതിന്റെ ആവശ്യമില്ല, സമയവും ഇല്ല. പക്ഷെ ആ ഒരു ശാരീരിക അധ്വാനം അല്ലെ കായിക അധ്വാനം അല്ലെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇല്ലായ്മ, ഇന്ന് നമ്മളത് സെഡൻട്രിനെസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കസേരയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിരിക്കുമ്പോൾ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുകയാണുള്ളത്, വേറൊന്നും ചെയ്തില്ലെങ്കിൽ. അപ്പൊ ആ സെഡൻഡറിനെസ് അല്ലെങ്കിൽ കായികാധ്വാനം ഇല്ലാതെ, നടപ്പില്ലാതെ ഇരിക്കുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കൂട്ടുന്നു. അടുത്തത് ലോൺലിനെസ്. ലോകാരോഗ്യ സംഘടന ഈയിടെ പറഞ്ഞൊരു കാര്യം, ലോൺലിനെസ് ഒരു ഫാക്ടർ ഫോർ ഇൻക്രീസിങ്, അതായത് ഹൃദ്രോഗം തുടങ്ങിയ അസുഖങ്ങൾ കൂട്ടാനുള്ള ഒരു ഫാക്ടറാണ് ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തത. അത് നേരത്തെ ഞാൻ പറഞ്ഞ സോഷ്യൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയും വാട്സാപ്പ് വഴിയും ഒക്കെ ഒത്തിരി പേരോട് ബന്ധപ്പെടുന്നെങ്കിലും പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷൻ, ആ സോഷ്യൽ ഇന്ററാക്ഷൻസ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരുപക്ഷെ ക്ലബ്ബുകൾ കൂടി കളിക്കുകയും, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു നാടാണ്. വായനശാലകൾ വളരെയധികം ഉണ്ടായിരുന്ന നാടാണ്. വായനശാലകളിലൂടെ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. വായനയിലൂടെ നമ്മൾ വളർന്നിട്ടുണ്ട്. അപ്പൊ വായനശാല വായിക്കാൻ മാത്രമല്ല, അവിടെ കൂടിയിരിക്കുകയും സംവാദിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു ആരോഗ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു സോഷ്യൽ ആരോഗ്യം അവിടെ രൂപപ്പെടുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് അപ്രത്യക്ഷമായി പോകുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന രീതി, എന്തോ ആ ഉറക്കത്തിന്റെ ആ ഒരു ചിട്ട മാറി വരികയാണ്. ഒരു പക്ഷെ രാത്രി മുഴുവനും ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, തിരുവനന്തപുരത്തു നിന്നും അബ്ദുള്ളയാണ്. അബ്ദുള്ള, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കാനുള്ളത്, സാധാരണ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഘടകങ്ങൾ ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ഈ 3 കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്, നമുക്ക് ഭക്ഷണം ആയാലും ശരി, വായു ആയാലും ശരി, വെള്ളം ആയാലും ശരി, ഇതിലെല്ലാം മലിനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന സാധനങ്ങൾ മലിനമല്ല, അല്ലെങ്കിൽ അത് ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്താൻ എന്തൊക്കെയാണ് സംവിധാനങ്ങളുള്ളത്? അങ്ങനെ ഉറപ്പുവരുത്തി നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. നമ്മള് ഇന്നത്തെ ഒരു എന്താ പറയണ്ട, ഒരു ഫോട്ടോ എടുക്കുന്നത് പോലെ ഇന്നത്തെ ദിവസം അല്ലെ ഇന്നത്തെ സ്ഥിതി എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന വെള്ളം, വായു, ഭക്ഷണം ശുദ്ധമാണോ എന്ന് അന്വേഷിച്ചാൽ ഒരു പക്ഷേ പലപ്പോഴും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ശുദ്ധമായിരിക്കില്ല. അപ്പൊ എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട, കഴിഞ്ഞ 60 വർഷങ്ങളായി, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള പല വർഷങ്ങളായി നമ്മളുടെ ഒരു കൂട്ടായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളും അതിനകത്ത് ഉൾപ്പെടും. അതാണ് നമ്മളുടെ ജലത്തെ മലിനമാക്കിയത്. നമ്മുടെ ഭക്ഷണത്തിന് കീടനാശിനിയുള്ള ഭക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുവാൻ ഇടയായത്. അത് ആരോഗ്യ മേഖല മാത്രമല്ല, പല മേഖലകള് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കുന്ന വായു, നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാണോ എന്നറിയണമെങ്കിൽ അതിന് ചില മാർഗങ്ങളുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ഈ വായു ഇനിയും അതിനെ മലിനപ്പെടുത്താതെ എങ്ങനെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റും? നമ്മുടെ ഭൂമിയെ ഇനിയും മലിനപ്പെടുത്താതെ എങ്ങനെ നമുക്കത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റും? നമ്മുടെ ഭക്ഷണത്തെ മലിനമാകാതെ, പഴയതുപോലെ പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലാതെ ഉള്ള ഭക്ഷണം ലഭ്യമാക്കുവാൻ നമ്മൾ എങ്ങനെ അത് അടുത്ത തലമുറയ്ക്ക് അങ്ങനെ ഒരു സംസ്കാരം കൊടുക്കുവാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു പക്ഷേ പല മേഖലകൾ ചേർന്ന് എല്ലാ പേരുടെയും, ഞാൻ ആദ്യമേ പറഞ്ഞു, ആരോഗ്യം, ഒരു വ്യക്തിയുടെ ആരോഗ്യത്തോടൊപ്പം ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ ആരോഗ്യത്തിന് ഒരു ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും സാമൂഹികമായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ സാറ് പറഞ്ഞതുപോലുള്ള ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ
വെള്ളമൊക്കെ കൊടുക്കുവാൻ പറ്റും. ഓരോ സമയവും നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിനകത്ത് മലിന വസ്തു കെട്ടി നമ്മുടെ അയലത്തെ തോട്ടിലിടുമ്പോൾ ആ ഒരു വ്യവസ്ഥയ്ക്ക് ഭംഗം വരികയാണ്. നമ്മളുടെ ആരോഗ്യം സേഫ് ആയിരിക്കാം, പക്ഷെ നമ്മൾ അടുത്ത തലമുറയുടെ അല്ലെങ്കിൽ വേറൊരാളുടെ ആരോഗ്യത്തിന് ഭംഗം വരുത്തുകയാണ്. അപ്പൊ സാറ് ചോദിച്ച പോലെ എങ്ങനെ ഉറപ്പാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്വസിക്കുന്ന വായു നല്ലതാണോ നോക്കാൻ അതിനകത്തെ ചില ഘടകങ്ങളുടെ നമുക്ക് കാണാമല്ലോ, ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഏതാണ് ഏറ്റവും ശുദ്ധമായ വായു കിട്ടുന്ന ചില പട്ടണങ്ങൾ, ചില സ്ഥലങ്ങൾ, ചില നഗരങ്ങൾ, അതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഇൻഡിക്കേറ്റേഴ്സ് കുറയ്ക്കണമെങ്കിൽ കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരി ശരി കത്തിക്കുക. താങ്ക് യു ഡോക്ടർ. ഈ അനാരോഗ്യകരമായ ജീവിതശൈലി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ? അനാരോഗ്യകരമായ ജീവിതശൈലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, കായികാധ്വാനം ഇല്ലാതെ സെഡൻഡറിനെസ് ആയിട്ട് ഇരിക്കുന്ന അതൊരു അനാരോഗ്യകരമായ ജീവിതശൈലിയാണ്. രണ്ടാമത് നമ്മുടെ ഭക്ഷണ രീതിയാണെങ്കിൽ പച്ചക്കറിയും പഴങ്ങളും ഒന്നും അടങ്ങാതെ ധാരാളം വറുത്ത അല്ലെങ്കിൽ ബേക്കറി ഫുഡ്സ് കൂടുതൽ അടങ്ങുന്ന ഒരു ആഹാര രീതി, പോഷകപ്രദമല്ലാത്ത ഒരു ആഹാര രീതി. നമ്മൾ പോഷകമുള്ള ഒരു ആഹാര രീതി എന്ന് പറയുമ്പോൾ അതിനകത്ത് പച്ചക്കറി പഴങ്ങൾ എല്ലാം അടങ്ങും, എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും ഉൾക്കൊള്ളുന്ന ഒരു ആഹാര രീതിയാണ്. ഒരു പക്ഷേ ഇന്ന് ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഇടയിൽ ആഹാര രീതി പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്ലേറ്റ് എടുത്താൽ അതിന്റെ പകുതി പച്ചക്കറിയും പഴവുമായിരിക്കണം, വേറൊരു ക്വാർട്ടർ അതിനകത്ത് പ്രോട്ടീൻ അടങ്ങുന്ന പയറുവർഗ്ഗങ്ങളോ മുട്ടയോ ആയിരിക്കണം, ഒരു 1/4 ഭാഗം മാത്രമേ ചോറ് പോലുള്ള അന്നജങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കഴിക്കുമ്പോൾ ധാരാളം ചോറ് ഉണ്ണുകയും അല്ലെ അതേപോലത്തെ അന്നജം അടങ്ങിയ ആഹാരം കഴിക്കുകയും കായിക അധ്വാനം ഇല്ലാതെയും വരുമ്പോൾ ഈ കൂടുതൽ വരുന്ന ഫാറ്റ്, കൊഴുപ്പ് നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ്. ഈ ഫാറ്റ് വളരെയധികം കൂടുമ്പോഴാണ് ഇതേപോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ അനാരോഗ്യകരമായ ഒരു ജീവിതശൈലി നമ്മുടെ ആഹാര രീതിയാണ്. അടുത്തതെന്ന് പറയുമ്പോൾ ഒബീസിറ്റി ഉണ്ടാകുന്ന സാഹചര്യം, അല്ലെ പൊണ്ണത്തടി ഉണ്ടാകുന്ന സാഹചര്യം. അതേപോലെ നമ്മുടെ ഉറക്കത്തിന്റെ രീതി, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നിർത്തിയത്. സാധാരണ ഒരു 10 അല്ലെ ഒരു 11 മണി തൊട്ട് രാവിലെ 5-6 വരെയുള്ളതാണ് ആ കറക്റ്റായിട്ട് ഉറങ്ങുന്ന ആ ഒരു ഡ്യൂറേഷൻ. നല്ല ഒരു ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ്, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ റിപ്പയർ നടക്കുക. അപ്പൊ ഈ റിപ്പയർ ശരിയായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഈ റിപ്പയർ നടക്കുന്നില്ല. അപ്പൊ നല്ലൊരു ഉറക്കത്തിന്റെ രീതി, അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി. അതോടൊപ്പം പുകവലി അങ്ങനത്തെ ശീലങ്ങൾ ഇല്ലാതെ ഇരിക്കുക. നമ്മുടെ ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, പെട്ടെന്ന് കുഴഞ്ഞു വീണുള്ള മരണം, വൃക്കരോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, മാറുന്ന ജീവിതശൈലി എന്നിവ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണവും കൂടി വരികയാണ്. ആരോഗ്യകരമായ ജീവിതശൈലി എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മളോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ സൈറു ഫിലിപ്പാണ്. നന്ദി ഡോക്ടർ.